Hi everybody, VAC, Value Added Courses for Sciences, Semester 4. Paper name is Framing Perspectives, Literary and Cultural Narratives for Science. So today in this paper, we are going to discuss the chapter on the rule of the rod. On the rule of the rod is a beautiful essay written by A.G. Gardiner, a notable British journalist and writer. And when we come to this chapter, this essay, we know that this essay taken from a beautiful collection of essays titled as Leaves in the Wind. So Leaves in the Wind എന്ന് പറയുന്ന ഒരു സമാഹാരം, അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു എസ്സേയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു എസ്സേക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇതിൽ പറയുന്ന കാര്യം? ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ലിബർട്ടിയെക്കുറിച്ചാണ്. പേഴ്സണൽ ലിബർട്ടി, അത് മറ്റൊരാൾക്ക്, ഇപ്പോൾ നമുക്ക് നമ്മുടേതായുള്ള റൈറ്റ്സ് ഉണ്ട്, നമുക്ക് നമ്മുടേതായുള്ള ലിബർട്ടി, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതുപോലെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല അത്. അതുമാത്രമല്ല, നമ്മളുടെ പേഴ്സണൽ ഫ്രീഡം, പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് മറ്റാർക്കും അതൊരു ശല്യമായിട്ട് മാറരുത്, മറ്റാർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സോ എന്താണ് റിയൽ ലിബർട്ടി എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചാണ് ഈ ഒരു എസ്സേ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നോക്കാം, ഡിസ്കസ് ചെയ്യാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ ഓൺ ദി റൂൾ ഓഫ് ദി റോഡ് by A.G. Gardiner. So first of all, meaning of rule of the rod. The essay begins with an example of a stout old lady walking in the middle of a busy street, claiming she has liberty. അപ്പോൾ ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, നമ്മുടെ റൈറ്റർ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ്. എക്സാമ്പിൾ ഓഫ് എ സ്റ്റൗട്ട് ഓൾഡ് ലേഡി, അതായത് ഒരു ഓൾഡ് ലേഡി, സ്റ്റൗട്ടായിട്ടുള്ള അത്യാവശ്യം തടിച്ച ഒരു ഓൾഡ് ലേഡി, ഷീസ് വാക്കിംഗ് ഇൻ ദ മിഡിൽ ഓഫ് എ ബിസി സ്ട്രീറ്റ്. അപ്പോൾ ആ ഒരു തെരുവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റോഡിൻ്റെ നടുക്കിലൂടെ നടന്നുകൊണ്ട് ക്ലെയിമിങ് ഷീ ഹാസ് ലിബർട്ടി, എനിക്ക് ലിബർട്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രാഫിക്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രീറ്റ്, ആ ഒരു ബിസി സ്ട്രീറ്റിൻ്റെ ഇടയിലൂടെ അല്ലെങ്കിൽ നടുക്ക് കൂടി കൂളായിട്ട് നടന്നു പോകുന്ന ഒരു സ്ത്രീയെ എക്സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു എസ്സേ തുടങ്ങുന്നത്. Gardiner uses this story to show that liberty does not mean doing anything we want. അപ്പോൾ എന്തിനാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു എസ്സേ തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡിനർ ഹി വാണ്ട് ടു ഷോ ദാറ്റ് ലിബർട്ടി ഡസ് നോട്ട് മീൻ ഡൂയിങ് എനിത്തിങ് വി വാണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാതും ചെയ്യുക എന്നുള്ളതല്ല ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ലിബർട്ടി മസ്റ്റ് ബി ലിമിറ്റഡ്. ഇഫ് എവ്രി വൺ മിസ്യൂസ്ഡ് ലിബർട്ടി, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ശരിയൊക്കെ തന്നെയാണ്, പക്ഷേ അതെല്ലാവരും ഉപയോഗിക്കാം, ദാറ്റ്സ് ഓൾ. പക്ഷെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇഫ് എവ്രി വൺ മിസ്യൂസ്ഡ് ലിബർട്ടി ലൈക്ക് ഡ്രൈവിംഗ് ഓൺ പേവ്മെൻറ്റ്സ് ഓർ ഷൗട്ടിംഗ് ലേഡി ഇൻ പബ്ലിക്, അതായത് പേവ്മെൻറ്റ്, നടപ്പാതയിലൂടെ ഡ്രൈവ് ചെയ്യുക, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ഫുൾ ഫ്രീഡം ഉള്ളൊരു രാജ്യത്താണ്, സ്വാതന്ത്ര്യം കിട്ടിയൊരു രാജ്യത്താണ് ജീവിക്കുന്നത്, എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം ഉണ്ട് ഈ രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പാതയിലൂടെ കാർ ഓടിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ഷൗട്ടിങ് ലൗഡ്ലി ഇൻ പബ്ലിക്, ഇപ്പോൾ പൊതു ഇടങ്ങളിൽ ഭയങ്കര ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൊസൈറ്റി വുഡ് ഫാൾ ഇൻ ടു കെയോസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സൊസൈറ്റി വുഡ് ഫാൾ ഇൻ ടു കെയോസ്. സൊസൈറ്റി കെയോസ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, സങ്കീർണതകൾ അതിൽ കൊണ്ടുപോയി ചാടിക്കുമെന്ന് പറയുകയാണ്. സോ ഇഫ് എവ്രി വൺ മിസ്യൂസ്ഡ് ലിബർട്ടി ലൈക്ക് ഡ്രൈവിംഗ് ഓൺ പേവ്മെൻറ്റ്സ് ഓർ ഷൗട്ടിംഗ് ലൗഡ്ലി ഇൻ പബ്ലിക്, സൊസൈറ്റി വുഡ് ഫാൾ ഇൻ ടു കെയോസ്. ദെർഫോർ, അതുകൊണ്ട് ഇൻഡിവിജ്വൽ ലിബർട്ടി മസ്റ്റ് ബി റെസ്ട്രിക്റ്റഡ് സോ ദാറ്റ് ദ റൈറ്റ്സ് ഓഫ് ആൾ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ശരിയാണ് ഇൻഡിവിജ്വൽ ലിബർട്ടി ഉണ്ട് എന്ന് വിചാരിച്ച് അത് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? റെസ്ട്രിക്റ്റ് ചെയ്യണം. മസ്റ്റ് ബി റെസ്ട്രിക്റ്റഡ് സോ ദാറ്റ് ദ റൈറ്റ്സ് ഓഫ് ആൾ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ്. എന്നാലേ എല്ലാവരുടെയും അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമല്ല അവകാശങ്ങളും സ്വാതന്ത്ര്യവും ലിബർട്ടി ഒന്നും ഉള്ളത്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാനിക്കണം. അവരുടെയൊക്കെ ലിബർട്ടി, അവരുടെയും കൂടി സ്വാതന്ത്ര്യത്തിനെ നമ്മൾ മാനിക്കണം, റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തിരക്കുള്ള നഗരത്തിൽ ആവശ്യമില്ലാതെ ഹോണടിക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ വണ്ടിയല്ലേ, എൻ്റെ ഹോണല്ലേ, ഞാനല്ലേ ചെയ്യുന്നത്, സോ വാട്ട് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയുമ്പോൾ ശരിയാണ്, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കും സ്വാതന്ത്ര്യമുണ്ട്.
ഒച്ചപ്പാടുകളുടെ ഇടയിലും ബഹളങ്ങൾക്കിടയിലൂടെയും ബുദ്ധിമുട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗതികേട് അവർക്ക് ഇല്ല. ആക്ച്വലി അവർക്കും ഫ്രീഡം ഉണ്ട്. അവർക്കും എന്ത് കേൾക്കണം അല്ലെങ്കിൽ അവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, സമാധാനപൂർണ്ണമായി ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, ലിബേർട്ടി അവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാനിക്കണം എന്ന് പറയുകയാണ്. ലിബേർട്ടി ഈസ് എ സോഷ്യൽ കോൺട്രാക്ട്. ലിബേർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണെന്ന് പറയുകയാണ്. അതായത് ലിബേർട്ടി ഈസ് നോട്ട് ഓൺലി പേഴ്സണൽ ബട്ട് ആൾസോ സോഷ്യൽ. അതെന്തല്ല, ലിബേർട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ കാര്യമല്ല, പേഴ്സണലായുള്ളൊരു സംഭവമല്ല, വ്യക്തിപരമായ ഒന്നല്ല ലിബേർട്ടി, പകരം അതൊരു സോഷ്യലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് സ്വാതന്ത്ര്യം അതിന് നിർവചനം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെ കൂടി നമ്മൾ മാനിക്കണം, റെസ്പെക്റ്റ് കൊടുക്കണം. വി മസ്റ്റ് കൺസിഡർ ഹൗ അവർ ആക്ഷൻസ് എഫക്റ്റ് അതേഴ്സ്. നമ്മളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് എങ്ങനെ അവരെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം. പേഴ്സണൽ ചോയ്സസ് ഡു നോട്ട് കൺസേൺ സൊസൈറ്റി. സം തിങ്സ് ആർ പ്യുവർലി പേഴ്സണൽ. അപ്പോൾ ലിബേർട്ടിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പ്യുവറായിട്ടും പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, വാട്ട് വി വിയർ, നമ്മൾ എന്ത് ധരിക്കണം. വാട്ട് വി ഈറ്റ്, നമ്മൾ എന്ത് കഴിക്കണം. അവർ റിലീജിയൻസ്, നമ്മുടെ മതങ്ങൾ, ഏത് മതം സ്വീകരിക്കണം. അവർ പ്രൈവറ്റ് ഹാബിറ്റ്സ്, നമ്മളുടെ പ്രൈവറ്റ് ഹാബിറ്റ്സുകൾ, ഇതൊക്കെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള, പ്യുവർലി പേഴ്സണലായിട്ടുള്ള ലിബേർട്ടി അല്ലെങ്കിൽ റൈറ്റ്സ് ആണ്, ഫ്രീഡമാണ്. These do not interfere with others, so no one has the right to dictate them. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും മറ്റുള്ള ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറ്റം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നില്ല. വേറൊരാൾക്കും പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾക്കും ഇത്തരം കാര്യങ്ങളിൽ വന്നാണ്ട് നമ്മളെ ഭരിക്കാനോ മറ്റു കാര്യങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയാനോ ഉള്ള അവകാശം ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത് പ്യുവർലി പേഴ്സണൽ ലിബേർട്ടിയാണ്. വാട്ട് വി വിയർ, വാട്ട് വി ഈറ്റ് എന്ന് പറയുന്നതൊക്കെ. പക്ഷേ വെൻ പേഴ്സണൽ ആക്ഷൻസ് എഫക്റ്റ് അതേഴ്സ്, നമ്മളുടെ പേഴ്സണൽ ആക്ഷൻസ് മറ്റുള്ളവരെ ബാധിച്ചാൽ ദേ മസ്റ്റ് ബി ലിമിറ്റഡ്. അതായത് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം ഫ്രീഡം, അത്തരം കാര്യങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അവിടെ ഒരു റെസ്ട്രിക്ഷൻ വെക്കണം, നമുക്കൊരു ബോധം ഉണ്ടാവണം എന്ന് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, പ്രാക്ടീസിങ് ദ ട്രോംബോൺ അറ്റ് ദ മിഡ് നൈറ്റ് ഡിസ്റ്റർബ്സ് നൈബേഴ്സ്. രാത്രിയിൽ നമ്മളൊരു ഒരു ട്രോംബോൺ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉപകരണം, വാദ്യോപകരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, മിഡ് നൈറ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പബ്ലിക്കിന് ദോഷം ചെയ്യരുത്, പബ്ലിക്കിന് അത് ഡിസ്റ്റർബ് ആവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മോശം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഡൂയിങ് അൺകംഫർട്ടബിൾ തിങ്സ് പബ്ലിക്കലി, അതായത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും പബ്ലിക്കലി ചെയ്യുന്നത് മേ ഇൻകൺവീനിയൻസ് സൊസൈറ്റി, അതായത് സൊസൈറ്റിക്ക് അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ബോധം, ഒരു കാര്യബോധം വേണം എന്ന് പറയുകയാണ്. ദസ് മൈ ലിബേർട്ടി എൻഡ്സ് വെർ യുവർ ലിബേർട്ടി ബിഗിൻസ്. അപ്പോൾ എൻ്റെ ലിബേർട്ടി അവസാനിക്കുന്നത് എവിടെയാണ്? യുവർ ലിബേർട്ടി ബിഗിൻസ്. നിങ്ങളുടെ ലിബേർട്ടി തുടങ്ങുന്നിടത്ത് എൻ്റെ ലിബേർട്ടി അവസാനിക്കും എന്ന് പറയുകയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്റ്റിംഗ് അതർ പീപ്പിൾസ് കംഫേർട്ട്. People often notice when others inconvenience them but forget when they inconvenience others. അതായത് ജനങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കും എന്ത്? വെൻ അതേഴ്സ് ഇൻകൺവീനിയൻസ് ദം, ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ അത് ശ്രദ്ധിക്കും, അത് ശ്രദ്ധയിൽപ്പെടുത്തും, റിയാക്ട് ചെയ്യും. പക്ഷേ വെൻ ദേ ഇൻകൺവീനിയൻസ് അതേഴ്സ്, ഇവർ മറ്റുള്ളവരെ ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക്, അത് ചിലപ്പോൾ ഇവർ മറന്നുപോകും എന്ന് പറയുകയാണ്. അതായത് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുകയും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല, അല്ലെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കാറ് പോലും ഇല്ല എന്ന് പറയുകയാണ്. സോഷ്യൽ ലൈഫ് റിക്വയേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അക്കോമഡേഷൻ. നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ്, ഈ മനുഷ്യരെന്നൊക്കെ പറയുമ്പോൾ ഒരു സോഷ്യൽ ബീയിങ് ആണ്. അതായത് നമുക്ക് അത്തരം സോഷ്യൽ ബീയിങ് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ഇറ്റ് റിക്വയേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അക്കോമഡേഷൻ. അഡ്ജസ്റ്റ്മെൻറ്റും അക്കോമഡേഷനും ഒക്കെ ഒരു ഇൻക്ലൂസീവ് മെത്തേഡ്. ചില സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങൾ, ചില സമയത്ത് നമ്മൾ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണമെന്ന് പറയുകയാണ്. റെയിൽവേ കാരേജ് എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദ ഓതർ ഡിസ്ക്രൈബ്സ് എ മാൻ ടോക്കിംഗ് ലൗഡ്ലി ഇൻ എ ട്രെയിൻ. അപ്പോൾ ഒരു ട്രെയിനിൽ ഒച്ചത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു എക്സാമ്പിൾ കൂടുതൽ പറയുന്നുണ്ട് ഈ ഒരു എസ്സേയിൽ. ഡിസ്റ്റർബിങ് എവ്രി വൺ, അതെല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ദ മാൻ ഫീൽസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ലാക്സ് സോഷ്യൽ സെൻസ്. അപ്പോൾ ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാനുള്ളത്, പക്ഷേ അത് വേറൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കരുത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് എന്തില്ല? ഹി ലാക്സ് സോഷ്യൽ സെൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ സെൻസ് ഇല്ല, എങ്ങനെ പെരുമാറണം, ആ ഒരു കോഡ്സ് ഓഫ് എത്തിക്സ് സംഭവങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. എ റീസണബിൾ പേഴ്സൺ ഷുഡ് റെസ്പെക്റ്റ് അതേഴ്സ്. അപ്പോൾ ഒരു ഗൗരവമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ പീസ്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടങ്ങളെ, മറ്റുള്ളവരെ മാനിക്കുന്നവരായിരിക്കും, അവരെ റെസ്പെക്റ്റ് കൊടുക്കുന്നവരായിരിക്കും.
മറ്റുള്ളവരും ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉള്ളവരായിരിക്കും. കൺസിഡറേഷൻ ഫോർ സ്മോൾ പീപ്പിൾ ഇൻ സൊസൈറ്റി. The rights of a humble, ordinary people are just as important as the rights of big or aggressive people. അതായത് ഹംബിളായിട്ടുള്ള അതല്ലെങ്കിൽ ഓർഡിനറി പീപ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദി റൈറ്റ് ഓഫ് ബിഗ് ഓർ അഗ്രസീവ് പീപ്പിൾ. അതായത് ഈ ലിബേർട്ടി, ഫ്രീഡം, റൈറ്റ് എന്നൊക്കെ പറയുന്നത് ചെറിയ ആൾക്കാർക്ക് ചെറിയ ആൾക്കാർ, ദാറ്റ് മീൻസ് ഈ ക്ലാസ് ഇതിലാണ് ഒരു ലോ ക്ലാസ്സിൽ പെട്ടതാ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിൽ പെട്ട ഒരാൾക്ക് അവർക്ക് വേറെ റൈറ്റ്, ഹൈ ക്ലാസ്സിൽ പെട്ട ആൾക്ക് വേറെ റൈറ്റ്, വേറെ ലിബേർട്ടി, അങ്ങനെയൊന്നുമില്ല. അത് ഈക്വലാണ്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസം ഇല്ല എന്ന് പറയുകയാണ്. വൺ ഷുഡ് നോട്ട് ബുള്ളി, പുഷ് ഓർ ആക്ട് റൂഡ്ലി ഇൻ പബ്ലിക് സ്പേസസ്. ഒരാൾക്കും എന്തിനുള്ള അവകാശമില്ല ഒരാളെ പബ്ലിക്കലി വലിച്ചിടാനോ പുഷ് ചെയ്യാനോ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനോ ഉള്ള അങ്ങനെ, അല്ലെങ്കിൽ റൂഡായിട്ട് പെരുമാറാനോ ആ രീതിയിലുള്ള അവകാശമൊന്നും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലിബേർട്ടിയൊന്നും ഒരു ഭരണഘടനയും അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ്. നാഷണൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇവിടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഗാർഡിനർ മെൻഷൻസ് എക്സാമ്പിൾസ് ലൈക്ക് ജർമ്മനി ഇൻവേഡിങ് ബെൽജിയം. അതായത് ജർമ്മനി ബെൽജിയത്തിൽ ഒരു കടന്നുകയറ്റം നടത്തിയ ആ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ സംഭവം ഇതിൽ എടുത്ത് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ടു ഷോ ഹൗ ലാർജ് നേഷൻസ് ആൾസോ ബ്രേക്ക് ദ റൂൾസ് ഓഫ് ദ റോഡ്. അതായത് ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതേപോലെ ചില വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളുടെ മേലെ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അത് ഒരു നെഗറ്റീവായിട്ട് ഇതിൽ അദ്ദേഹം ഈ ഒരു എസ്സേയിൽ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് ജർമ്മനി ബെൽജിയത്തിൻ്റെ മേലെ നടത്തിയ ഒരു അധിനിവേശത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ പറയുന്ന ലിബേർട്ടി, ഫ്രീഡം അതിൻ്റെയൊക്കെ ഒരു ബ്രേക്കാണ് അവിടെ നടക്കുന്നതെന്ന് പറയുകയാണ്. റെസ്പെക്റ്റ് ഫോർ അതേഴ്സ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ഇൻഡിവിജ്വൽ, സോഷ്യൽ ആൻഡ് നാഷണൽ ലെവൽ. നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ ഈ പറയുന്ന പോലെ തന്നെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ലിബേർട്ടി കൊടുക്കണം. സോഷ്യൽ ലെവലിലും നാഷണൽ ലെവലിലും കൊടുക്കണം. ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒത്തിരി ലിബേർട്ടി, ഫ്രീഡം ഈ വേൾഡിൽ ഉണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും മറ്റൊരു വ്യക്തിയെ മോശപ്പെട്ട രീതിയിലാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അയാൾക്കൊരു പെയിൻ ഉണ്ടാക്കുന്ന രീതിയിലോ ആയിരിക്കരുത്. അതേപോലെ തന്നെ സോഷ്യൽ, അതായത് സൊസൈറ്റി, കമ്മ്യൂണിറ്റീസ്, ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അവർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന റെസ്പെക്റ്റും ലിബേർട്ടിയും ഒക്കെ ഒരു ഈക്വലി ബാലൻസ് ചെയ്തിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതെ, ഹാം ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നാഷണൽ ലെവലിലും നമുക്കിത് വേണം. രാജ്യങ്ങൾക്കിടയിലും ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹബന്ധം, ഈ ഒരു കൺസേൺ വേണം എന്ന് പറയുകയാണ്. Liberty is a compromise. Society cannot work if everyone is totally free without rules. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഫുൾ ഫ്രീഡം ഉണ്ടെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ലോകം പെട്ടെന്ന് തന്നെ നശിക്കും. അപ്പോൾ അതിന് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, സൊസൈറ്റി കനോട്ട് വർക്ക് ഇഫ് എവ്രി വൺ ഈസ് ടോട്ടലി ഫ്രീ വിത്തൗട്ട് റൂൾസ്. അപ്പോൾ ഒരു റൂൾസും ആർക്കും ഇല്ല, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ആർക്കും ഇല്ല, എല്ലാത്തിനും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരിക്കും. ആരും പണിഷ് ചെയ്യാനുമില്ല, ഒരു പ്രശ്നവുമില്ല. അത് ഒരു ഭയങ്കരമായൊരു സിറ്റുവേഷനിലേക്ക് അത് ലീഡ് ചെയ്യും. ട്രൂ ലിബേർട്ടി ഈസ് എ ബാലൻസ്. അപ്പോൾ ശരിയായ ലിബേർട്ടി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബാലൻസാണ്. ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു ബാലൻസാണ് ട്രൂ ലിബേർട്ടി എന്ന് പറയുന്നത്. വി കനോട്ട് ബി കംപ്ലീറ്റ് അനാർക്കിസ്റ്റ്. അതായത് കംപ്ലീറ്റ്ലി നമ്മൾ അരാജകത്വം പറയുന്ന ആൾക്കാരാവാനായിട്ട് പറ്റുമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചില ഇടങ്ങളിൽ റെസ്ട്രിക്ഷൻ വേണം, റൂൾസ് വേണം, റെഗുലേഷൻ വേണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് പോകണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു എന്താ പറയുക, ഒരു അനാർക്കി എന്നുള്ള രീതിയിലേക്ക് പോകണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് സോഷ്യലിസ്റ്റ് ആവും വേണ്ട. പക്ഷേ വി മസ്റ്റ് ബി എ മിക്സ് ഓഫ് ബോത്ത്. രണ്ടിൻ്റെ ഒരു മിക്സ് സംഭവം നമുക്ക് വേണം. ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ. ടു പ്രിസർവ് ലിബേർട്ടി പീപ്പിൾ മസ്റ്റ് ഫോളോ റൂൾസ്. ലിബേർട്ടി പ്രിസർവ് ചെയ്യാൻ ജനങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? റൂൾസ് ഫോളോ ചെയ്യണം. റെസ്പെക്റ്റ് പബ്ലിക് ഓർഡർ. അതുപോലെ തന്നെ അവോയ്ഡ് ഹാമിങ് അതേഴ്സ്. മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത്, ശല്യപ്പെടുത്തുന്നത് അതൊക്കെ നിർത്തണം, ഉപേക്ഷിക്കണം. പ്രാക്ടീസ് സിവിലിറ്റി ഇൻ സ്മോൾ എവറി ഡേ ആക്ഷൻസ്. നല്ല രീതിയിൽ കോഡ്സ് ഓഫ് എത്തിക്സോട് കൂടിയിട്ട്, മര്യാദയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ എവറി ഡേ ആക്ഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇനി എന്താണ് ഈ ഒരു എസ്സേയുടെ ഫൈനൽ മെസ്സേജ്? റിയൽ ഫ്രീഡം കംസ് നോട്ട് ഫ്രം അൺലിമിറ്റഡ് പേഴ്സണൽ ലിബേർട്ടി. അപ്പോൾ ശരിയായ ഫ്രീഡം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലിബേർട്ടിയിൽ നിന്നും വരുന്ന ഒന്നല്ല, മറിച്ച് ഫ്രം ലേണിംഗ് ടു കോപ്പറേറ്റ്, പരസ്പരം കോപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക, ഫോളോ റൂൾസ് ഫോളോ ചെയ്യാൻ പഠിക്കുക, ആൻഡ് റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്.
എനിക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും റൈറ്റ്സ് ഉണ്ട്, അവർക്കും ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, അവരുടെ റൈറ്റ്സിനെയും ഫ്രീഡത്തിനെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു റിയൽ ഫ്രീഡം അവിടെ വരുന്നത് എന്ന് പറയുകയാണ്. ദിസ് മേക്സ് ലൈഫ് സ്മൂത്തർ ആൻഡ് സൊസൈറ്റി ഹാർമോണിയസ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ലൈഫിനെ സ്മൂത്തായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയെ വളരെയധികം ഹാർമോണിയസ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഐക്യത്തോടു കൂടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സൊസൈറ്റി ആക്കിയിട്ട് മാറ്റുള്ളൂ എന്ന് പറയുകയാണ്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എസ്സേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് റിയൽ ലിബർട്ടി, അതിനൊരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് റിയൽ ലിബർട്ടി എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. സോ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീഡം, ലിബർട്ടി എന്ന് പറയുന്നത് മറ്റാർക്കും അല്ലെങ്കിൽ വേറൊരാൾക്കും ഉപദ്രവമായി മാറാതെ, ശല്യമായിട്ട് മാറാതെ എങ്ങനെ നമുക്ക് നല്ലൊരു സോഷ്യൽ ബീയിങ് ആവാം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ കൃത്യമായി വ്യക്തമായി പറയുന്ന ഒരു ചാപ്റ്റർ. So students, hope you understood. Anyway, bye all. Thank you.